ഇനി വിദ്യാരംഭ ചടങ്ങുകൾ എങ്ങനെയാണ് ഡൽഹിയിലേത് എന്നതുകൂടി അറിയണം. അത് മറ്റുള്ള മലയാളികൾക്കൊരു പ്രത്യേക കാഴ്ച കൂടിയാണല്ലോ. അപ്പോൾ എവിടെയാണ് സജു ഉള്ളത്? അവിടെ ആരാണ് എഴുത്തിന് കുട്ടികൾക്ക് ആദ്യാക്ഷരം നുകർന്ന് നൽകുന്നത്? എന്തൊക്കെയാണ് കാഴ്ചകൾ? സൈഫുദ്ദീൻ ദിൽസി, വിദ്യാരംഭത്തിന് ആശംസകൾ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ക്ഷേത്രം തന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയാണ്. ഇവിടെ മാതാപിതാക്കൾ തന്നെയാണ് ആദ്യാക്ഷരം കുറിക്കുന്നത്. അത് നിരവധി കുട്ടികളാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ നീണ്ട നിരയായിരുന്നു. 7:30 തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. രജിസ്ട്രേഷന് പിന്നാലെയാണ് ഇവിടേക്ക് നിരവധിയായിട്ട് ഈ ഹാളിലേക്ക് എത്തുകയും ഇപ്പോൾ ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യാക്ഷരം കുറിക്കുക അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തരുന്ന ഒരു ദിവസമാണെന്ന്, പ്രത്യേകിച്ച് ആദ്യാക്ഷരം ഹരിശ്രീ നമ പണായി, അതായത് ആ ഒരു ആദ്യാക്ഷരം അവരുടെ നാവിൽ കുറിച്ചുകൊണ്ട് അവർ അക്ഷര ലോകത്തേക്ക് ഇറങ്ങുകയാണ്. അക്ഷര ലോകത്തേക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു മുന്നേറ്റം കൂടിയാണ് ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. 8:30 കൂടിയാണ് ചടങ്ങുകളൊക്കെയും ആരംഭിച്ചിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം 100-ൽ പരം വിദ്യാർത്ഥികൾ, അതായത് ആദ്യാക്ഷരം കുറിക്കാനായ കുരുന്നുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരൊക്കെയും വലിയ വിശ്വാസപൂർവ്വം മാതാപിതാക്കളും അതുപോലെ ഒപ്പം തന്നെ അവരുടെ മറ്റ് ബന്ധുജനങ്ങളോടൊപ്പം ആണ് ഈ ക്ഷേത്ര നടയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും ക്ഷേത്രത്തിന് പുറത്തും ഇതിൻ്റെ മറ്റു ചടങ്ങുകളൊക്കെയും ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും വിദ്യാരംഭ ദിനമായി ഇന്ന് ഡൽഹിയിൽ തന്നെ വലിയ ആഘോഷമാണ്. നമുക്കറിയാം, ഈ മറുനാടൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏത് ആഘോഷങ്ങൾക്കും ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് മലയാളികളുടെ ഒരു ഒത്തുചേരലുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ മലയാളികൾക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഉത്സവത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഒരു ഒത്തുചേരലിൻ്റെയും അവസരം തന്നെയാണ്. ഓണം തന്നെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ എല്ലാവരും ഇതൊരു വലിയ സന്തോഷത്തിൻ്റെയും അതോടെ അഭിമാനത്തിൻ്റെയും ഒരു ദിനമായി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തി അവരുടെ മാതാപിതാക്കൾ, പ്രായമായവരോട് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി ആദ്യാക്ഷരം കുറിക്കുവാനായി തങ്ങളുടെ കുഞ്ഞുങ്ങളെയും പേരക്കുട്ടികളെയും കൊണ്ട് ഇവിടേക്ക് എത്തുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ചിലരുടെയൊക്കെ മുഖത്തൊരു ആശങ്കയും സങ്കടവും അതുപോലെ ചിരിയും ഒക്കെ ഉണരുന്നുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവർ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ വന്ന് കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ആശങ്കകളും അവരുടെ മുഖത്തൊക്കെയും കാണാൻ സാധിക്കും. ചിലർ പക്ഷേ വളരെ സന്തോഷവാന്മാരും സന്തോഷവതികളുമായിട്ടുള്ള ചില കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അവരുടെ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടിയുള്ള ചടങ്ങുകൾക്കായി ഇവിടെ നൂറുകണക്കിന് കുരുന്നുകളാണ് എത്തിയിരിക്കുന്നത്. അവരുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ അവരുടെ അപ്പൂപ്പൻ അമ്മൂമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ജിൽസി, സൈഫുദ്ദീൻ.